have a personal relationship with this God. അന്ന് ഒരിക്കലും ഒരാൾ പറഞ്ഞത്, ടു ദ വേൾഡ് ഹീ ഈസ് ഗോഡ്, ടു മീ ഹീ ഈസ് മൈ ഫാദർ. ലോകത്തിനവൻ ദൈവം, എനിക്കവൻ പിതാവ്. എല്ലാവരും ഒന്ന് പറഞ്ഞു. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് സ്കൂളിൽ പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജയിച്ച ആളുകളുടെയും പേര് പ്രസിദ്ധമാക്കുന്ന ഒരു ദിവസമുണ്ട്. മിക്കവാറും അതൊരു ഏപ്രിൽ അവസാനമൊക്കെ ആയിരിക്കുമ്പോഴായിരിക്കും അത് വരുന്നത്. ആ ദിവസം സ്കൂളിലേക്ക് ചുമ്മാ ഒന്ന് നടന്നു പോകും. എന്തിനാണെന്ന് വെച്ചാൽ ആ പേര് അവിടെ എഴുതിയിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കറിയാം, 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ആളുടെ ഓർഡറിലൊന്നുമല്ല, നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്ററിലെ ക്രമ നമ്പറിലാണ് ആ പേരുകളൊക്കെ എഴുതി വെക്കുന്നത്. നമുക്ക് ഉറപ്പുണ്ട് അതിനകത്ത് പേരുണ്ടാകുമെന്നുള്ളതും. എന്നാലും അതിനകത്ത് ആ പേര് കാണുമ്പം ഒരു ഭയങ്കര സന്തോഷമാണ്. കാരണം പാസ്സായ അവരുടെ ലിസ്റ്റിലാണ് നമ്മുടെ പേരുള്ളത് എന്നുള്ളത്. ഇതുപോലെ ജീവിതത്തിൽ പല മേഖലകളിലും തോൽവികൾ മാത്രം അനുഭവിച്ചിട്ട് തോറ്റ ചരിത്രങ്ങളും തോറ്റതിൻ്റെ കണക്കുകളും മാത്രം പറയാനുള്ള പല ആളുകളും ഇന്ന് ഈ എപ്പിസോഡ് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ കർത്താവ് നിങ്ങളെ ജയിച്ചവരുടെ പട്ടികയ്ക്കകത്തേക്ക് കയറ്റാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെ കയറും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ചില സമയത്ത് ഇതുപോലെ ഒരു ഫ്ലിപ്പ് നടക്കുന്ന പോലെ, ഇങ്ങനെ മറിച്ചിടുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ ഓഫീസിനകത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഏത് മേഖലയിലാണോ ആ മേഖലയിൽ അങ്ങനൊരു മറച്ചിടൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. അമാനുഷികമായ വിധത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി നിന്നിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നീ എന്നെ ജയിപ്പിക്കണമേ, അതിനുവേണ്ടി ജനങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യാൻ എന്നെ സഹായിക്കണമേ എന്ന്. പക്ഷെ പെട്ടെന്ന് ചില മാറ്റങ്ങളൊക്കെ വരുന്നു. എതിരെ നിന്നിട്ടുള്ള ആളുകൾ അവരുടെ പത്രികകൾ പിൻവലിക്കുന്നു. അങ്ങനെ അദ്ദേഹം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതിനെക്കുറിച്ച് ഞാനിങ്ങനെ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് ചില സമയത്ത് അതുവരെയും എതിരായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് മാറിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ദൈവത്താൽ സംഭവിക്കുന്ന അത്ഭുതകരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ഇന്ന് അതുകൊണ്ട് ആ ഒരു അത്ഭുത പ്രവൃത്തിയിലേക്ക് നിങ്ങൾ നയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത്, നമുക്ക് ഇന്ന് ഒരു കീ സ്പോൺസറാണുള്ളത്. എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷനാണ്. താങ്ക് യു. മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2ാമത്തെ മകന് ദൈവികമായ വിധത്തിൽ ഉന്നത വിദ്യാഭ്യാസവും ജോലിയും തിരഞ്ഞെടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഇളയ മകൻ +2 കഴിഞ്ഞ് മുന്നോട്ടുള്ള വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തവരുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ്. എത്ര പേര് ഈ സന്ദേശമൊക്കെ നിങ്ങളുടെ സെർമൺ നോട്ട് കീപ്പറിൽ എഴുതിയെടുക്കുന്നവർ ഭാഗ്യവാന്മാർ. അത് നിങ്ങളുടെ പുസ്തകത്താളിൽ മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിലും അത് ആഴത്തിൽ എഴുതട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് എടുക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് May 29 ഫ്രൈഡേ. ഇതിലെ പേജ് എടുക്കുക. അതിൽ ഫോക്കസ് വേർഡ് നിങ്ങൾക്ക് തന്നെ കാണാം. ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്, നിറഞ്ഞൊഴുകുന്ന അനുഗ്രഹം, പുറത്തേക്കൊഴുകുന്ന അനുഗ്രഹം. എല്ലാവരും ടൈപ്പ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്, നിറഞ്ഞൊഴുകുന്ന അനുഗ്രഹം. ഇതാണ് നിങ്ങളുടെ അറ്റൻഡൻസ്. ഓക്കെ, ഈ മാസം തന്നെ ഇറ്റ് ഈസ് ദ മന്ത് ഓഫ് സൂപ്പർ നാച്ചുറൽ എക്സ്പാൻഷൻ. അസാധാരണമായ അത്ഭുതകരമായ വികസനത്തിൻ്റെ വിശാലതയുടെ ഒരു മാസമാണ്. ചില ദിവസങ്ങൾ കൊണ്ട് അവസാനിക്കും. അപ്പോൾ എൻ്റെ എല്ലാ വിശാലത അവസാനിക്കും. നോ, ഓരോ മാസവും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് തുടക്കമാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഓരോരോ ഉറവുകൾ, 12 വിധ ഫ്രൂട്ട്സ് എന്ന് പറയും, 12 വിധ ഫലങ്ങളെന്ന് പറയുന്ന പോലെ 12 ഉറവുകൾ എന്നതുപോലെ പരിശുദ്ധാത്മാവ് തുറന്നു തരുന്ന വചനത്തിൻ്റെയും ആത്മനദിയുടെയും ഉറവുകൾ
ഓപ്പൺ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതെത്ര വേണേലും ഒഴുകിക്കൊണ്ടേയിരിക്കും. ദിസ് ഇസ് ജസ്റ്റ് എ സ്റ്റാർട്ട്. ഫോക്കസ് വേഴ്സ് നോക്കാം. സാം 23 വേഴ്സ് നമ്പർ 6. 23-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വചനം. ഷോർലി ഗുഡ്നസ് ആൻഡ് ലവ് വിൽ ഫോളോ മീ ഓൾ ദ ഡേയ്സ് ഓഫ് മൈ ലൈഫ്. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഇതും ഒത്തിരി പ്രാവശ്യം നമ്മൾ ഓൾറെഡി ധ്യാനിച്ചിട്ടുള്ള, സംസാരിച്ചിട്ടുള്ള, ഡിസ്കസ് ചെയ്തിട്ടുള്ള, പഠിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഹിസ് mercies are new every morning. He wants to give us fresh food, fresh manna every morning. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ധൈര്യമുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക, ഉറക്കെ വിളിച്ച് പറയുക, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആവർത്തിച്ച് പറയാം, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഓക്കെ, ഡെക്ലറേഷൻ നോക്കുക. ഗുഡ്നസ് ആൻഡ് മേഴ്സി ഓവർടേക്ക് മീ ടുഡേ. ഇന്ന് നന്മയും കരുണയും എന്നെ പിന്തുടരുന്നു. I overflow with blessing to bless others. അനുഗ്രഹത്താൽ നിറയപ്പെട്ട് ഞാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നു. ഏറ്റുപറയുക. ബൈബിൾ റീഡിംഗ് പ്ലാൻ അതേ പേജിൽ നോക്കി ടിക്ക് ചെയ്യുക. ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്ങിനെ കുറിച്ചുള്ള 4 കാര്യങ്ങൾ ആ പേജിൽ എഴുതാൻ തുടങ്ങുക. ഈ ഡയറിയുടെ പേജിൽ. നമ്പർ 1, ഗോഡ്സ് ബ്ലെസ്സിങ് ഫ്ലോസ് ഫ്രം റിലേഷൻഷിപ്പ്, നോട്ട് ചാൻസ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒഴുകുന്നത് ബന്ധത്തിൽ നിന്നാണ്, വെറും അവസരങ്ങളിൽ നിന്നല്ല. അതിനർത്ഥം ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തിലൂടെയാണ് അനുഗ്രഹങ്ങൾ ഒഴുകുന്നത്. അതല്ലാതെ ബൈ ചാൻസ് ലോട്ടറി അടിക്കുന്ന പോലെ വരുന്നൊരു പരിപാടിയല്ല. സാം 23 ബിഗിൻസ് എങ്ങനെയാണ്? 23-ാം സങ്കീർത്തനം തുടങ്ങുന്നത്. ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. അവസാനത്തെ വചനമാണ് നമ്മൾ ഇന്ന് ഫോക്കസ് വേഴ്സായിട്ട് എടുക്കുന്നത്. പക്ഷേ എൻ്റെ 1-ാമത്തെ വചനത്തിൽ നമ്മൾ എന്താ കാണുക? ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. കർത്താവ് എൻ്റെ ഇടയനാകുന്നു. എല്ലാവരും ഒന്നും പറഞ്ഞ്, കർത്താവ് എൻ്റെ ഇടയനാകുന്നു. അതിൻ്റെ അർത്ഥം എന്തോ ഒരു ബന്ധം, വ്യക്തിപരമായ ബന്ധം എനിക്ക് കർത്താവിനോടുണ്ട്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവിനെ ഒരു ജനറലായിട്ടുള്ള ഒരാളായിട്ടാണ് കണ്ടിരുന്നത്. ഇത് ഒരു കണക്റ്റൊന്നുമില്ല, പക്ഷേ ഒരു ദൈവം, ഒരു കർത്താവ്, ഈ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു വ്യക്തിത്വം എവിടെയോ ഉണ്ട് എന്നതുപോലെ. ഇപ്പോൾ നിങ്ങളൊരാളെക്കുറിച്ച് കേൾക്കുകയാണ്, കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, കേട്ടിട്ടേ ഉള്ളൂ, പലരും പറഞ്ഞു കേട്ടു, ഒരു ദിവസം ആളെ കാണും, ഒത്തിരി കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിനുശേഷം ഫോൺ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി, അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളി തുടങ്ങി. പിന്നെ പല പ്രാവശ്യം മീറ്റ് ചെയ്തു, അവിടെ ഇവിടെയൊക്കെ വെച്ച് മീറ്റ് ചെയ്യുമ്പോൾ ഒത്തിരിയേറെ സംസാരിച്ചു. നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എപ്പോഴും വിളിക്കുന്ന, ഇൻട്രാക്ട് ചെയ്യുന്ന, സമ്പർക്കം പുലർത്തുന്ന ഒരു വലിയ ബന്ധം. ഇതുപോലെയാണ് ദൈവത്തെ ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞു, ദൈവം, ഈശ്വരൻ, പരമേശ്വരൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ജനറലായിട്ട് ഇങ്ങനെ കേൾക്കുന്നേ ഉള്ളൂ. പക്ഷേ ദാവീദിൻ്റെ കേസിലേക്ക് വന്നപ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു, കർത്താവ് എൻ്റെ ഇടയനാകുന്നു. ദ ലോർഡ് ഈസ് മൈ. ആ മൈ എന്നുള്ളൊരു വേർഡാണ് എല്ലാത്തിനും മാറ്റം വരുത്തുന്നത്. എൻ്റെ, മൈ ഓൺ. ഐ ഹാവ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദിസ് ഗോഡ്. അതാണ് ഒരിക്കലും ഒരാൾ പറഞ്ഞത്, ടു ദ വേൾഡ് ഹീ ഈസ് ഗോഡ്, ടു മീ ഹീ ഈസ് മൈ ഫാദർ. ലോകത്തിനവൻ ദൈവം, എനിക്കവൻ പിതാവ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ലോകത്തിന് അവൻ ദൈവമാണെങ്കിൽ എനിക്കവൻ പിതാവാണ്. വാവ്! അങ്ങനെ എത്ര പേർക്ക് പറയാൻ കഴിയും? ഇപ്പോൾ ദൈവമേ എന്നൊക്കെ വിളിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവനെ വിളിക്കേണ്ടത് അങ്ങനെയല്ല, പിതാവേ. ഈസ് മൈ ഫാദർ, ഹീസ് അവർ ഫാദർ. ഓവർഫ്ലോ സ്റ്റാർട്ട്സ് വിത്ത് കണക്ഷൻ ടു ദ ഷെപ്പേർഡ്. നമ്മുടെ കവിഞ്ഞൊഴുക്ക് ആരംഭിക്കുന്നത് ഇടയനുമായുള്ള ബന്ധം കൊണ്ടാണ്. ഏതെങ്കിലും ഒരു അജ്ഞാത ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്, അറിയുന്ന
പരസ്പര ബന്ധമുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ദൈവത്തോടാണ്. ബ്ലെസ്സിങ് ഇൻ സ്ക്രിപ്ചർ ഈസ് നോട്ട് റാൻഡം ലക്ക്. ഈ തിരുവെഴുത്ത് പറയുന്ന ദൈവവചനത്തിലെ അനുഗ്രഹം ഭാഗ്യക്കുറിയല്ല, ലോട്ടറി അല്ല, വല്ലപ്പോഴും വീണ് കിട്ടുന്ന അവസരങ്ങളല്ല. ഇറ്റ് ഫ്ലോസ് ഫ്രം വാക്കിംഗ് വിത്ത് ഗോഡ്. ദൈവവുമായുള്ള നടത്തത്തിൽ നിന്ന്, ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുമ്പോൾ വരുന്ന ഒരു വലിയ ഒഴുക്കാണ് ദൈവിക അനുഗ്രഹം. ലോട്ടറിയല്ല, ഭാഗ്യക്കുറിയല്ല. യോഹന്നാൻ 10:11 പറയാണ്, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. ഞാൻ നല്ല ഇടയൻ ആകുന്നു. യേശു പറയാണ്, ഞാൻ നല്ല ഇടയൻ ആകുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഞങ്ങൾ നല്ല ആടുകൾ ആകുന്നു. അങ്ങനെയല്ല നമ്മൾ തിരിച്ചു പറയേണ്ടത്. എല്ലാവരും പറഞ്ഞേ, യേശു നല്ല ഇടയൻ ആണെങ്കിൽ ഞങ്ങൾ അവൻ്റെ നല്ല ആടുകൾ ആകുന്നു. വാവ്! പക്ഷെ അവിടെ കണ്ടോ, ഇടയനും ആടും തമ്മിലുള്ള ബന്ധം പോലെ. ദാറ്റ്സ് എൻ അനാലജി. യാക്കോബിൻ്റെ ലേഖനം 1:17 എവ്രി ഗുഡ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ് ഈസ് ഫ്രോം അബവ്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും അവനിൽ നിന്നും ആകുന്നു. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും അവനിൽ നിന്ന് ആകുന്നു. അപ്പോൾ നാം സ്വീകരിക്കുന്ന നല്ല ദാനങ്ങൾ അല്ലെങ്കിൽ നല്ല സമ്മാനങ്ങൾ, ഗിഫ്റ്റുകളെല്ലാം അവനിൽ നിന്നും ആകുന്നു. എഫെസ്യ ലേഖനം 1:3 ബ്ലെസ്ഡ് വിത്ത് എവ്രി സ്പിരിച്വൽ ബ്ലെസ്സിങ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ എല്ലാവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ, ഈ ഒഴുക്ക് വരുന്നത് ബന്ധത്തിൽ നിന്നാണ്. ദൈവവുമായി വ്യക്തിപരമായ ബന്ധം എന്ന് സ്ഥാപിക്കുമോ അന്ന് ഒരു നിറഞ്ഞൊഴുക്ക് ആരംഭിക്കും. When the shepherd leads, provision follows. അതായത് ഇടയൻ നയിക്കുമ്പോൾ നമുക്കാവശ്യമുള്ളതെല്ലാം പുറകെ വരുന്നു. അതുകൊണ്ടാണ് നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ ഇടയനെ പിന്തുടരുമ്പോൾ നന്മയും കരുണയും എന്നെ പിന്തുടരും. ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. When I follow the shepherd, goodness and mercy follow me. അതാണ് തത്വം. ഞാൻ ഇടയനെ പിന്തുടരുമ്പോൾ ഇടയനിൽ നിന്നുള്ള നന്മയും കരുണയും എന്നെ പിന്തുടരും. ട്രെയിൻ യാത്ര ചെയ്യാറുണ്ടോ? ട്രെയിൻ യാത്ര എന്നും കൗതുകരമാണ് അല്ലേ? ഏറ്റവും ഫ്രണ്ടിലൊരു എൻജിൻ, പിന്നെ ഇങ്ങനെ ബോഗികൾ ഇങ്ങനെ പോവുക. ഒരു ബോഗിക്കും തന്നെ ഓടാനുള്ള ശക്തിയില്ല. ഒരു ബോഗി മാത്രം, A1 എന്ന കമ്പാർട്ട്മെൻറ്റ് മാത്രം, അങ്ങോട്ട് ബോഗി മാത്രം. B1 പിന്നെ പോയാൽ മതി എന്ന് വിചാരിക്കുകയാണെന്നിരിക്കട്ടെ. A1 ആയാലും B1 ആയാലും C1 ആയാലും AC ആയാലും 3 ടയർ ആയാലും 2 ടയർ ആയാലും കൂപ്പ ആയാലും ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയാലും ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ആയാലും പാൻട്രി കാർട്ടായാലും എല്ലാത്തിനും ശക്തി കിട്ടുന്നത്, മുന്നിലേക്ക് കുതിക്കുവാനുള്ള ശക്തി ലഭിക്കുന്നത് ഒരൊറ്റ എൻജിനിൽ നിന്നാണ്. ഇതുപോലെ ഇടയൻ മുൻപിൽ പോകുമ്പോൾ പുറകെ പോകുന്ന ആടുകൾക്കെല്ലാം അതിന് മുന്നിലേക്ക് പോകാനുള്ള കുതിപ്പിൻ്റെ ശക്തി ഉണ്ടാകുന്നു. അതുകൊണ്ട് ആകെ ചെയ്യേണ്ടത് എന്താണ്? എല്ലാ ബോഗിയും എൻജിനുമായി കണക്റ്റഡ് ആയിരിക്കണം. അങ്ങനെ കൊളുത്തി എല്ലാം കണക്ട് ചെയ്ത് ഇടുമ്പോഴാണ് എല്ലാം കൂടി ഒരുമിച്ച് കുതിക്കുന്നത്. ഇതുപോലെ സ്റ്റേ കണക്റ്റഡ് ടു ദ ഷെപ്പേർഡ്. ഒരു ആട് ഇടയനുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കണം. നമ്പർ 2, ഗോഡ്സ് ഗുഡ്നെസ് പെർസ്യൂസ് ഹിസ് ചിൽഡ്രൻ. ദൈവത്തിൻ്റെ നന്മ തൻ്റെ കുഞ്ഞുങ്ങളെ പിന്തുടരുന്നു. ഷ്യൂർലി ഗുഡ്നെസ് ആൻഡ് ലവ്, ഗുഡ്നെസ് ആൻഡ് മേഴ്സി, എങ്ങനെയാണോ ട്രാൻസ്ലേഷൻ അതുപോലെ ഗുഡ്നെസ് ആൻഡ് ലവ് വിൽ ഫോളോ മീ. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. അപ്പോൾ ഇവിടെ ദ വേർഡ് ഫോളോ ക്യാരീസ് ദി ഐഡിയ ഓഫ് പെർസ്യൂയിങ് ഓർ ചേസിങ് ആഫ്റ്റർ. ഫോളോ എന്ന് പറയുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കുക, നന്മയും കരുണയും എന്നെ പിന്തുടരുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഐഡിയ ഓഫ് പെർസ്യൂയിങ് ഓർ ചേസിങ് ആഫ്റ്റർ. പുറകെ വരണം. ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് വീട്ടിൽ വളർത്തുന്നൊരു ഡോഗ് ഉണ്ടായിരുന്നു, ഒരു നായ്. അതിൻ്റെ പേര് പുറത്ത് പറയരുത്, ഒരു ഫണ്ണി നെയിമാണ്, ഗിലോ. ഞങ്ങൾ വളർത്തിയ പട്ടിയുടെ പേരാണ് ഗിലോ. ഈ ഗിലോയുടെ പ്രത്യേകത, അവനിങ്ങനെ പുറകെ ഇങ്ങനെ മണത്ത് പോയി. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അവനെ
ചങ്ങലയിൽ ഇട്ടിട്ടില്ലെങ്കിൽ പുറകെ വരും. പുറകെ വരുന്ന ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയുടെ പുറകെ വരും. അപ്പോൾ ഞങ്ങൾ പോ തിരിച്ചു പോ. ഇവന് സ്കൂളിൽ വരണം, ഞങ്ങളെ കൂടെ സ്കൂളിൽ വരണം. ഈ വചനം വായിക്കുമ്പോൾ, അതായത് സങ്കീർത്തനം 23:6 വായിക്കുമ്പോഴെല്ലാം ഞാൻ എൻ്റെ ഗിലോയെ ഓർമ്മ വരും. ഗിലോയെ ഓർക്കും. ഇങ്ങനെ മണത്ത് പുറകെ വരിക, ഓടിച്ചാലും പോവില്ല. ഇതുപോലെയാണ് കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ആ ബന്ധം സ്ഥാപിക്കുന്നൊരു വ്യക്തിയുടെ പുറകെ മണത്ത് നന്മയും കരുണയും. ഇവിടെ ഒന്നല്ല, രണ്ട് നായ്ക്കൾ പുറകെ സ്മെല്ല് ചെയ്ത് വരുന്നത് പോലെ പുറകെ വരും, മണത്തറിഞ്ഞു വരും. ആരോടൊക്കെയോ ശക്തമായ പരിശുദ്ധാത്മ പറയുന്നു, ഈ നിമിഷം മുതൽ നല്ലവനായ നല്ല ഇടയനായ യേശുവിനെ എൻ്റെ ഇടയനായി, മൈ ഷെപ്പേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോയിൻ്റ് ചെയ്ത് അവൻ്റെ പുറകെ അവനെ അനുഗമിച്ചാൽ നിങ്ങളുടെ പുറകെ 2 വേട്ടപ്പട്ടികളെപ്പോലെ 2 എണ്ണം മണത്ത് നന്മയും കരുണയും പുറകെ മണത്ത് വരും. റോമാലേഖനം 8:28 പറയുന്നത്, ഗോഡ് വർക്ക്സ് ഓൾ തിങ്സ് ടുഗെദർ ഫോർ ഗുഡ്. എല്ലാം നന്മയ്ക്കായി തീരുന്നല്ലേ. സങ്കീർത്തനങ്ങൾ 84:11 പറയുന്നത്, നോ ഗുഡ് തിങ് ഡസ് ഹി വിത്ത്ഹോൾഡ്. ഒരു നന്മയും മുടങ്ങുകയില്ല. ലമന്റേഷൻസ് 3:22-23. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 22-23 ഹിസ് മേഴ്സീസ് ആർ ന്യൂ എവറി മോർണിംഗ്. അവൻ്റെ ദയ രാവിലെ തോറും പുതിയതാണ്, അല്ലെങ്കിൽ അവൻ്റെ കരുണ. ഈവൻ ഡിഫിക്കൽട്ട് സീസൺസ് കനോട്ട് ക്യാൻസൽ കവനന്റ് ഗുഡ്നസ്. വൈഷമ്യമേറിയ ഘട്ടങ്ങളിലൂടെ നമ്മുടെ ജീവിതം മുന്നിലേക്ക് പോകുമ്പോഴും ഉടമ്പടി ചെയ്ത ദൈവത്തെ മറക്കരുത്. അവനൊരിക്കലും മാറുകയില്ല. ഇങ്ങനെ ഓർത്താൽ മതി. ചില സമയത്ത് വളരെ ക്ലൗഡിയാണ്, കാർമേഘങ്ങൾ ഇങ്ങനെ പടർന്നിരിക്കുകയാണ്. അപ്പോഴേക്ക് കംപ്ലീറ്റ് അങ്ങ് ഡാർക്കാകണം, എല്ലായിടത്തും ഇരുൾ വരികയാണ്, ഡിമ്മായി ഡാർക്കായി. അതിൻ്റെ അർത്ഥം സൂര്യപ്രകാശം ഇല്ലെന്നാണോ? അതിൻ്റെ അർത്ഥം സൂര്യനില്ലെന്നാണോ? അയ്യോ, ഇന്ന് സൂര്യനില്ല കേട്ടോ, എവിടെയോ പോയി, എനിക്കൊന്ന് വേറെ ഏതോ പ്രപഞ്ചത്തിലോട്ട് പോയെന്ന് തോന്നുന്നു. സൂര്യൻ ഇന്ന് പോയട്ടോ. സൂര്യൻ ലീവിൽ പോയതല്ല, സൂര്യൻ വെക്കേഷനിൽ പോയതല്ല, സൂര്യൻ വയ്യാതെ കിടക്കുകയല്ല, സൂര്യൻ വേറെ സ്ഥലത്തോട്ട് ട്രാൻസ്ഫറായി പോയതല്ല. സൂര്യൻ അവിടെ തന്നെയുണ്ട്. താൽക്കാലികമായ ചില കാർമേഘ പടലങ്ങൾ അതിൻ്റെ പ്രകാശത്തിന് മങ്ങലേൽപ്പിച്ചു എന്നുള്ളതല്ല. സൂര്യപ്രകാശം അപ്പോഴും ഉണ്ട്. നമ്മുടെ അടുക്കലേക്ക് ഇങ്ങനെ ശരിയായ ഇൻറ്റൻസിറ്റിയിൽ വരുന്നില്ലെന്നേ ഉള്ളൂ. ഇത്രയുള്ള പ്രശ്നം. ഇതുപോലെ ചില വൈഷമ്യമേറിയ ഘട്ടങ്ങളുടെ, പരിശുദ്ധാത്മാരോടൊക്കെ സംസാരിക്കുന്നുണ്ട്, ചില വൈഷമ്യമേറിയ ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ ചിലതൊക്കെ അത്രയും ഫീൽ ചെയ്യുന്നില്ലെങ്കിലും കാണുന്നില്ലെങ്കിലും ഉറവിടം അവിടെ തന്നെ ഉണ്ട്. ഉടമ്പടി ചെയ്ത ദൈവം അവിടെ തന്നെ ഉണ്ട്. ദൈവം അവിടെ തന്നെ ഉണ്ട് കുഞ്ഞെ. ഉടമ്പടി ചെയ്ത ദൈവം മാറുന്ന ദൈവമല്ല, അവൻ തലമുറകളുടെ ദൈവമാണ്. ഗോഡ്സ് ഗുഡ്നെസ് റിമെയിൻസ് അറ്റ് വർക്ക് ഈവൻ വെൻ അൺസീൻ. നമുക്ക് അദൃശ്യമായിരിക്കുമ്പോൾ പോലും, നമ്മൾ കാണാതിരിക്കുമ്പോൾ പോലും ദൈവത്തിൻ്റെ നന്മ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്പർ 3, ഓവർഫ്ലോ ഈസ് മോർ ദാൻ മെറ്റീരിയൽ പ്രോസ്പെറിറ്റി. ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. സാമ്പത്തികമായ അഭിവൃദ്ധിയേക്കാൾ വലുതാണ് ഈ നിറഞ്ഞൊഴുക്ക്. നമ്മളിപ്പോൾ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാലും പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞാലും ഒക്കെ ആകെ ചിന്തിക്കുന്നത് കാശ്, പണം. അതല്ല വേദപുസ്തകം പറയുന്നത്. സാം 23 ഇവിടെ ദൈവത്തിൻ്റെ ഒഴുക്കിനെക്കുറിച്ചും നിറഞ്ഞൊഴുക്കിനെക്കുറിച്ചും പാനപാത്രം കവിഞ്ഞൊഴുകുന്നതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, ഒന്ന് പീസ്, വലിയൊരു സമാധാനം കിട്ടുന്നു, ഗൈഡൻസ് കിട്ടുന്നു, പ്രൊട്ടക്ഷൻ, അതുപോലെ റെസ്റ്റോറേഷൻ, പ്രസൻസ്, ഓണർ, ഓവർഫ്ലോ, ഇതെല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. ശരിയല്ലേ? ശാന്തത, ട്രാങ്ക്വിലിറ്റി അല്ലേ? സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് കൊണ്ടുപോകും. അവൻ്റെ വടിയും കൂല. അപ്പോൾ ഒരു ഗൈഡൻസ് ഉണ്ട് അവിടെ, പ്രൊട്ടക്ഷൻ ഉണ്ട് അവിടെ. അവനെന്നെ കാക്കുന്നു, അവൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു, സമാധാനം.
കാംനെസ് ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് സോൾ, ഇതെല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദൈവം ഒരു നിറവ് തരും, നിറഞ്ഞൊഴുക്ക് തരും എന്നൊക്കെ പറയുമ്പോൾ വെറും കാശ് മാത്രം ചിന്തിക്കല്ലേ, എല്ലാം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു വലിയ ബെഡാ ഹാലലുയ പറ. എല്ലാവരും എന്ന് പറഞ്ഞാൽ മൈ കപ്പ് ഓവർഫ്ലോസ്, എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. 3 യോഹന്നാൻ 1:2 പ്രോസ്പർ ആൻഡ് ബി ഇൻ ഗുഡ് ഹെൽത്ത് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. നീ സകലത്തിൽ ശുഭമായും സുഖമായും ഇരിക്കണം. ഫിലിപ്പിയ ലേഖനം 4:19 മൈ ഗോഡ് സപ്ലൈസ് എവ്രി നീഡ്, എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ തീർത്ത് തരും. യോഹന്നാൻ 7:38 റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ ഫ്ലോയിങ് ഫ്രം വിതിൻ. ഓവർഫ്ലോ എല്ലാവരും ഒന്ന് പറഞ്ഞ് വയറിൽ കൈവച്ചിട്ട് പറ, ഓവർഫ്ലോ എന്ന് വെച്ചാൽ ഈ ബെല്ലി, അതാണ് കിങ് ജെയിംസ് വേർഷനൊക്കെ കിടക്കുന്നത്. നിൻ്റെ ഉദരത്തിൽ നിന്ന്, ഫ്രം ഔട്ട് ഓഫ് യുവർ ബെലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിൻ്റെ അകത്ത് നിന്ന്, നിൻ്റെ അന്തരാത്മാവിൽ നിന്ന്, അകത്ത് നിന്ന് ഉറവകൾ ഒഴുകും, ജീവജലത്തിൻ്റെ ഉറവകൾ ഒഴുകും. ഓവർഫ്ലോ ബിഗിൻസ് ഇൻവേർഡ് ബിഫോർ അപ്പിയറിങ് ഔട്ട്വേർഡ്. ഈ ഓവർഫ്ലോ ആദ്യം അകത്താണ്, അകത്ത് നിറഞ്ഞ ശേഷമേ പുറത്തേക്ക് ഒഴുകൂ. നമ്പർ 4, ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ് മസ്റ്റ് ഫ്ലോ ടുവേർഡ് അതേഴ്സ്. ഈ നിറഞ്ഞൊഴുക്ക് എന്തിനാണെന്നറിയാമോ? മറ്റുള്ളവർക്ക് വേണ്ടി. നിറഞ്ഞൊഴുക്ക്, കവിഞ്ഞൊഴുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ഇതാദ്യം മനസ്സിലാക്കണം. God blesses us not merely to accumulate but to distribute. അവരവർക്കായി മാത്രം സ്വരുക്കൂട്ടി ഇരിക്കാനല്ല, മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി കൂടെയാണ് പലപ്പോഴും നമ്മുടെ കയ്യിൽ പലതും തരുന്നത്. ഉൽപ്പത്തി പുസ്തകം 12:2 I will bless you and you will be a blessing. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി മാറും. വാവ്, എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർ കൈ ഉയർത്തി പ്രാർത്ഥിക്കും, കർത്താവെ എന്നെ അനുഗ്രഹിക്കുക മാത്രമല്ല എന്നെ ഒരു അനുഗ്രഹമാക്കണമേ അനേകർക്ക്. 2 കൊരിന്ത്യർ 9:8 abound in every good work. എല്ലാ സൽപ്രവൃത്തികളിലും വക പ്രാപിച്ച് സൽപ്രവൃത്തികളിലും നിറഞ്ഞ് വരണം. ഓവർഫ്ലോ ഈസ് ഡിസൈൻഡ് ടു സ്പിൽ ഇൻ ടു ജനറോസിറ്റി, എൻകറേജ്മെൻറ്റ്, സർവീസ്, കിങ്ഡം ഇമ്പാക്റ്റ് എക്സെട്ര. അപ്പോൾ ഈ ഓവർഫ്ലോ ഈസ് ഡിസൈൻഡ് ടു സ്പിൽ ഇൻ. ഈ നിറഞ്ഞൊഴുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വലിയ ഉദാരമനസ്കത കാണിക്കാൻ, മറ്റുള്ളവർക്ക് ജനറസ് ആകാൻ, ഉദാരമനസ്സോടെ പ്രവർത്തിക്കാൻ, ധാരാളമായി കൊടുക്കാൻ, അതുപോലെ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാൻ. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എത്ര പേര് ഒരു ദിവസം എൻകറേജ് ചെയ്യുന്നുണ്ട്? വാട്ട് ഐ എം ട്രൈങ് ടു ഡു ഈസ് ടു എൻകറേജ് യു നൗ. എല്ലാ ദിവസവും രാവിലെ എൻ്റെ പരിപാടി എന്താണ്? ഒത്തിരി പേരെ എൻകറേജ് ചെയ്യുക, അന്നത്തെ ദിവസം ജീവിക്കാനും അവരെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അതുപോലെ നിങ്ങൾക്ക് എത്ര പേരെ എൻകറേജ് ചെയ്യാൻ പറ്റും? ഒരു എൻകറേജ്മെൻറ്റ് കിട്ടിയാൽ ഒരുപക്ഷെ ഇന്ന് ചില ആത്മഹത്യകൾ ക്യാൻസലാവും, ചിലരെ എൻകറേജ് ചെയ്താൽ. അതുപോലെ സർവീസ്, മറ്റുള്ളവരെ സേവിക്കാൻ, കിങ്ഡം ഇമ്പാക്റ്റ്, ദൈവരാജ്യത്തിൻ്റെതായ സ്വാധീനം കൊണ്ടുവരാൻ ഒക്കെ ദൈവം ഉപയോഗിക്കും. ഇന്ന് വരെ ഒരു വിളക്കും ആ പ്രകാശം മുഴുവൻ തന്നിലേക്ക് ആഗിരണം ചെയ്തിട്ടില്ല. എല്ലാ വിളക്കും ചെയ്യുന്നത് എന്താണ്? പുറത്തേക്ക് പ്രകാശം പരത്തുക. ഇലക്ട്രിക് ബൾബായാലും എന്തായാലും പ്രകാശം നൽകുന്ന എന്തും അകത്തോട്ടല്ല പ്രകാശത്തെ അവരവരായി തന്നെ അനുഭവിക്കുകയല്ല ചെയ്യുന്നത്, പുറത്തേക്ക് കൊടുക്കുകയാണ്. ഇൻ ദ സെയിം വേ ബ്ലെസ്സഡ് പീപ്പിൾ ബിക്കം ചാനൽസ് ഓഫ് ബ്ലെസ്സിങ്. അനുഗ്രഹിക്കപ്പെട്ടവർ അനുഗ്രഹത്തിൻ്റെ ചാനലുകളായി മാറുന്നു. സോ ഇന്ന് എല്ലാവരും ദൈവത്തിൻ്റെ നന്മ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കുക. ഇന്നത്തേത് മാത്രമല്ല, എല്ലാ ദിവസവും അത് കവിഞ്ഞ് ഒഴുകി വരട്ടെ. ജീവിതകാലം മുഴുവൻ എന്നെ ഭയങ്ങൾ പിന്തുടരും, പേക്കിനാവുകൾ പിന്തുടരും. തിരുത്തണം. ഇന്ന് പറയണം, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ആയുഷ്കാലമൊക്കെ എൻ്റെ ശത്രുക്കൾ പിന്തുടരും. ആയുഷ്കാലം, വചനം പറയുന്നു, ആയുഷ്കാലമൊക്കെ നന്മയും കരുണയും എന്നെ പിന്തുടരുന്നു. പറഞ്ഞു വരുമ്പോൾ അനാവശ്യമായ പിന്തുടർച്ചാവകാശക്കാരൊക്കെ മാറിപ്പോക്കോളും. ആയുഷ്കാലമൊക്കെ പരാജയം എന്നെ പിന്തുടരും. ക്യാൻസൽ ഇറ്റ്.
ഇനിമേലത് പറയരുത്. ആയുഷ്കാലമൊക്കെ നന്മയും കരുണയും എന്നെ പറയുക, വാഗൊണ്ട് പറയുക. അതുപോലെ ആരുടെ പുറകെ പോകുന്നത്? ഇടയൻ്റെ പുറകെയാണ് ആട് പോകുന്നത്. അതുകൊണ്ട് യു ക്യാൻ വാക്ക് കോൺഫിഡൻ്റ്ലി ഫോളോയിങ് ദ ഷെപ്പേർഡ്. വളരെ ആത്മവിശ്വാസത്തോടെ വേണം നടക്കാൻ. മാത്രമല്ല യു ക്യാൻ ഡ്രിങ്ക് ഡീപ്ലി ഫ്രം ഹിസ് പ്രസൻസ്. അവൻ്റെ സാന്നിധ്യത്തിൽ ആഴത്തിൽ വലിച്ചു കുടിക്കാൻ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക്. അതുപോലെ ലെറ്റ് യുവർ കപ്പ് ഓവർഫ്ലോ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ജനറോസിറ്റി. ആ പാനപാത്രം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകട്ടെ. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണിൽ നോക്കി പറയാണ്, യു ആർ നോട്ട് അബാൻഡൻഡ്. ഉപേക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയല്ല നിങ്ങൾ. യു ആർ നോട്ട് ആൻ ഓർഫൻ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം ഈ ഭൂമിയിൽ അനാഥന്മാർ ഉണ്ടാകേണ്ട ആവശ്യമില്ല. കേൾക്കുന്നുണ്ടോ? ചില ആളുകളുടെ അകത്തേക്കുള്ള ഓർഫൻ സ്പിരിറ്റ് ഉണ്ട്. എനിക്കാരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല. അങ്ങനെ പറയുന്ന ആരെങ്കിലും കാണില്ല. അപ്പൻ ജീവിച്ചിരിപ്പുണ്ടായിരിക്കാം, അമ്മ ഉണ്ടായിരിക്കാം, എല്ലാവരും ചുറ്റിലും ഉണ്ടായിരിക്കാം. ചിലർക്ക് ആരും ഇല്ലായിരിക്കാം. ഏത് രീതിയിലാണ് എനിക്കാരുമില്ല എന്ന് പറയുന്നെങ്കിൽ ഓർക്കുക, ഓർഫൻ സ്പിരിറ്റ്, അനാഥത്വത്തിൻ്റെ ആത്മാവാണ് അകത്ത് വസിക്കുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, അല്ലെങ്കിൽ നിങ്ങളിൽ വസിക്കും. എൻ്റെ പിതാവ് വസിക്കും, ഞാൻ വസിക്കും, പരിശുദ്ധാത്മാവ് വസിക്കും. 3 പേരകത്തുണ്ടെന്നേ വചനം അങ്ങനെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഓർഫൻ സ്പിരിറ്റ് മാറിപ്പോകണ്ടേ? അങ്ങനെയുള്ള വാക്കുകൾ ഇനി പറയാമോ? നിന്നെ ദൈവം മറന്നിട്ടില്ല, ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. യു കനോട്ട് വാക്ക് അലോൺ. ഗോഡ് ഈസ് വാക്കിംഗ് വിത്ത് യു. ഗുഡ്നെസ് ഈസ് ഫോളോയിങ് യു. mercy is following you, and God's blessing is overflowing into every area of your life. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം വന്ന് നിറഞ്ഞ പുറത്തേക്ക് ഒഴുകാൻ പോവുക. കൈനീട്ടാം. കർത്താവ് അനുഗ്രഹിക്കും. എല്ലാവരും നിറഞ്ഞ് കവിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ് ഇവരുടെ ഒരു പോർഷനായി മാറട്ടെ, അവകാശമായി മാറട്ടെ. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. സിവിയർ ഹെഡേക്ക് ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ ഈ ടോൺസിലൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ, അഡ്നോയിഡിൻ്റെ പ്രയാസങ്ങൾ, ഇതൊക്കെ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഈ അപ്പൻഡിക്സിൻ്റെ പ്രോബ്ലം സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗങ്ങളും മാറിപ്പോട്ടെ കർത്താവ്. അതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുക്കണേ. PCOD പോലെയുള്ളത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൈ നീട്ടിയിരിക്കുന്നവർ ദയവായി യേശുവിനോട് ഇപ്പോൾ സംസാരിക്കുക. ഇതൊക്കെയാണ് എൻ്റെ ആവശ്യം. കർത്താവിനോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. So God bless you all. See you tomorrow. Bye-bye.